മല്ലു ഇംഗ്ലീഷിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ 6ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ചെയ്യുന്നത് മലയാളം നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില മലയാളം സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീട്ടിലേക്ക് വരാം. ആദ്യത്തെ സെൻറ്റൻസ്, ഞാൻ അവിടേക്ക് പോവുകയാണ്. ഞാൻ അവിടേക്ക് പോവുകയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ഗോയിങ് ദർ. ഐ ആം ഗോയിങ് ദർ. ഞാൻ അവിടേക്ക് പോകും. ഇത് നോക്കൂ, ഞാൻ അവിടേക്ക് പോകും എന്നുള്ളതാണ് സെൻറ്റൻസ്. ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ വേണം പറയാൻ? ഐ വിൽ ഗോ ദർ. ഐ വിൽ ഗോ ദർ. ഞാൻ അവിടെ പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ അവിടെ പോകും എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നേരെ നെഗറ്റീവായുള്ള സെൻറ്റൻസ് ആണ്. ഞാൻ അവിടെ പോകില്ല. എങ്ങനെ പറയും? ഐ വോണ്ട് ഗോ ദർ. ഐ വോണ്ട് ഗോ ദർ. ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. എങ്ങനെ പറയാം? ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഇത്തരം വീഡിയോസൊക്കെ നിങ്ങളുടെ യൂട്യൂബിലെ സജഷനായിട്ട് കാണിച്ചു തരിക. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് ഗോയിങ് ദർ. ഐ വാസ് ഗോയിങ് ദർ. എനിക്ക് അവിടെ പോകണം. എനിക്ക് അവിടെ പോകണം. ഐ വാണ്ട് ടു ഗോ ദർ. ഐ വാണ്ട് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകേണ്ട. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് അവിടെ പോകേണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദർ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദർ. ഞാൻ അവിടെ പോയി. ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലേ. ഞാൻ അവിടെ പോയി, അത് കഴിഞ്ഞു. സോ എങ്ങനെ പറയാം? ഐ വെന്റ് ദർ. ഐ വെന്റ് ദർ. നിങ്ങൾ അവിടേക്ക് പോകുമോ? നമ്മളവിടെ ചോദിക്കുകയാണല്ലേ. നിങ്ങൾ അവിടേക്ക് പോവുമോ? എങ്ങനെ ചോദിക്കാം? വിൽ യു ഗോ ദർ? വിൽ യു ഗോ ദർ? നീ പോകുന്നുണ്ടോ? നീ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ്? ആർ യു ഗോയിങ്? അങ്ങനെ ചോദിക്കാം നമുക്ക്. നീ പോകുന്നുണ്ടോ എന്നുള്ളത്. വാ പോകാം. എങ്ങനെ ചോദിക്കാം? കമോൺ ലെറ്റ്സ് ഗോ. കമോൺ ലെറ്റ്സ് ഗോ. നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ വന്നിട്ടുണ്ടോ? ഈ ഒരു സെൻറ്റൻസ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നതാണ് മലയാളത്തിലുള്ള ചോദ്യം. സോ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന വേർഡ്സ് ഒന്നും അല്ല ആ ഒരു സെൻറ്റൻസിൽ ഉണ്ടാവുക. നോക്കിക്കേ, ഹാവ് യു എവർ ബീൻ ടു കേരള? വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. ഹാവ് യു എവർ ബീൻ ടു കേരള? ഒരു ഏതാണോ സ്ഥലം അത്. ഹാവ് യു എവർ ബീൻ ടു കൊച്ചി? ഓർ ഹാവ് യു എവർ ബീൻ ടു ഇന്ത്യ? നിങ്ങൾ ആ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ ചോദ്യം ഈ രീതിയിലാണ് ചോദിക്കേണ്ടത്. ഹാവ് യു എവർ ബീൻ ടു കേരള? ഈ എവർ ബീനിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന കം, നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നമ്മൾ ശരിക്കും മലയാളം എന്താണ് കം എന്ന വേർഡൊക്കെയാണ് ശരിക്കും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഹാവ് യു എവർ ബീൻ ടു എന്ന രീതിയിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ എവിടെയായിരുന്നു? വേർ വെർ യു? വേർ വേർ യു എന്നാണ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കേണ്ടത്. നിങ്ങൾ എവിടെയാണ് എന്നാണെങ്കിൽ വേർ ആർ യു അല്ലേ. സോ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വേർ വേർ യു. നീ എവിടെയാണ് ജനിച്ചത്? വേർ വേർ യു ബോൺ? വേർ വേർ യു ബോൺ? നീ ഇവിടെ ആദ്യമായാണോ വരുന്നത്? ആർ യു കമ്മിങ് ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? ആർ യു കമ്മിങ് ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.